നിർണായക നീക്കം. ഹോർമുസ് കടലിടുക്കിൽ പുതിയ നിയമവും പാതയും. പേർഷ്യൻ ഗൾഫിലും ഹോർമുസ് കടലിടുക്കിലും പ്രാദേശിക സുരക്ഷയും സുസ്ഥിര വികസനവും ശക്തിപ്പെടുത്തുന്നതിന് ലക്ഷ്യമിട്ടുള്ള ഒരു തന്ത്രപരമായ സംരംഭത്തിന്റെ വിശാലമായ ചട്ടക്കൂട് ഇറാന്റെ ദേശീയ സുരക്ഷയ്ക്കും വിദേശ നയത്തിനും വേണ്ടിയുള്ള പാർലമെന്ററി കമ്മീഷൻ ഞായറാഴ്ച പാസാക്കി. ബന്ധപ്പെട്ട സർക്കാർ സ്ഥാപനങ്ങളിലെയും പ്രതിനിധികളോടൊപ്പം നിയമനിർമ്മാതാക്കളും കരട് നിർദ്ദേശം അവലോകനം ചെയ്തതായി കമ്മീഷൻ വക്താവ് ഹസൻ കഷ്കാവി പറഞ്ഞതായി പ്രസ് ടിവി റിപ്പോർട്ട് ചെയ്തു. പദ്ധതിയുടെ പൊതുരൂപരേഖയ്ക്കെതിരായി വോട്ടുകളൊന്നുമില്ലാതെ ഏകകണ്ഠമായി അംഗീകാരം നൽകുന്നതിന് മുൻപ് പങ്കെടുക്കുന്ന ഏജൻസികളിൽ നിന്നുള്ള വാമൊഴിയായും രേഖാമൂലവുമായ ഫീഡ്ബാക്ക് കമ്മിറ്റി അംഗങ്ങൾ വിലയിരുത്തിയതായി കഷ്കാവി ചൂണ്ടിക്കാട്ടി. പ്രസ് ടിവി റിപ്പോർട്ട് ചെയ്തു. ഹോർമുസ് കടലിടുക്കിന്റെയും പേർഷ്യൻ ഗൾഫിന്റെയും സുരക്ഷയ്ക്കും സുസ്ഥിര പുരോഗതിക്കും വേണ്ടിയുള്ള തന്ത്രപരമായ നടപടി എന്ന പേരിലുള്ള നിയമനിർമ്മാണ നിർദ്ദേശം ജൂലൈ 13 ഇറാൻ പാർലമെന്റിൽ ഔദ്യോഗികമായി സമർപ്പിച്ചു. ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള ഗതാഗതം കൈകാര്യം ചെയ്യുന്നതിനുള്ള നിയമപരമായ സംവിധാനം സംബന്ധിച്ച് ഒമാനുമായുള്ള കരാർ വളരെ അടുത്താണെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് അബ്ബാസ് അറാക്ചി ശനിയാഴ്ച പറഞ്ഞിരുന്നു. എന്നാൽ തന്ത്രപ്രധാനമായ ജലപാത വീണ്ടും തുറക്കുന്നതിന് അധിക നിബന്ധനകൾക്ക് വിധേയമായിരിക്കും. അതിൽ മെമ്മോറാണ്ടം ലംഘിച്ചതിന് അമേരിക്കയിൽ നിന്നുള്ള നഷ്ടപരിഹാരം ഉൾപ്പെടുന്നു. ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള സമുദ്ര ഗതാഗതത്തിന് പുതിയൊരു പാത നിർണ്ണയിക്കുന്നതിലാണ് ഒമാനുമായുള്ള ചർച്ചകൾ കേന്ദ്രീകരിച്ചിരിക്കുന്നതെന്ന് ഇറാൻ പ്രസിഡന്റിന്റെ പത്രസമ്മേളനത്തിൽ സംസാരിച്ച അറാക്ചി പറഞ്ഞു. ഇരുപക്ഷവും ഒരു കരാറിലെത്തുന്നതിന് അടുത്തെത്തിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള ഗതാഗതത്തിന്റെ റൂട്ട് നിർണ്ണയിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഹോർമുസ് കടലിടുക്കിന്റെ നിയമപരമായ സംവിധാനവും മാനേജ്മെന്റും സംബന്ധിച്ച് ഒമാനുമായി ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഒരു കരാറിന് വളരെ അടുത്താണ്. എന്നാൽ ഹോർമുസ് കടലിടുക്ക് തുറക്കുന്നത് മറ്റ് വ്യവസ്ഥകൾക്ക് വിധേയമാണ്. ഇസ്ലാമാബാദ് ധാരണാപത്രത്തിന്റെ ലംഘനങ്ങൾക്കുള്ള നഷ്ടപരിഹാരം ഉൾപ്പെടെ അമേരിക്ക അറാക്ചി പറഞ്ഞു. കടലിടുക്ക് വഴി മുൻപ് ഉപയോഗിച്ചിരുന്ന ഗതാഗത വേർതിരിക്കൽ പദ്ധതി ഇനി ടെഹ്റാന് സ്വീകാര്യമല്ലെന്നും പുതിയൊരു പാത സ്ഥാപിക്കേണ്ടതുണ്ടെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി പറഞ്ഞു. മുൻപ് കപ്പൽ ഗതാഗതത്തിന് ഇസ്ലാമിക് റിപ്പബ്ലിക് ഇനി സ്വീകാര്യമല്ലെന്ന് കരുതുന്ന ഒരു TSS അല്ലെങ്കിൽ റൂട്ട് ഉണ്ടായിരുന്നു. തീർച്ചയായും വിപുലമായ സാങ്കേതികവും നിയമപരവുമായ സങ്കീർണതകളുള്ള ഒരു പുതിയ TSS പരിഗണിക്കേണ്ടത് ആവശ്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇറാനും ഒമാനും തമ്മിലുള്ള ചർച്ചകളിൽ പുരോഗതി ഉണ്ടായിട്ടുണ്ടെന്നും ഇത് തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നതിനും 5 മാസമായി നിലനിൽക്കുന്ന സംഘർഷം മൂലം തടസ്സപ്പെട്ട എണ്ണ കയറ്റുമതി പുനഃസ്ഥാപിക്കുന്നതിനും കാരണമാകുമെന്നും വെള്ളിയാഴ്ച ഒരു US ഉദ്യോഗസ്ഥൻ പ്രസ്താവിച്ചതിന് പിന്നാലെയാണ് പ്രസ്താവന. മറുവശത്ത് ടെഹ്റാൻ ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും വീണ്ടും തുറന്നാൽ ആണവ പ്രശ്നം മാറ്റിവെച്ച് വിജയം പ്രഖ്യാപിക്കാൻ US ഭരണകൂടം തയ്യാറായേക്കുമെന്ന് ദി വാൾ സ്ട്രീറ്റ് ജേർണലിന്റെ ഒരു റിപ്പോർട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.